നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റ്യന ചെറിയാൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാനായി സോനാജറിയുണ്ട്. നോക്കാം ഇപ്പോൾ കിട്ടുന്ന വാർത്തകളിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചവരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് KSU പ്രതിഷേധം. KSU പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. മിഥില, ഈ പ്രവർത്തകരുടെ പ്രതിഷേധം ഏത് രീതിയിലാണിപ്പോൾ? ക്രിസ്റ്റീന, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അത് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുമുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പിന്നീട് കുറച്ചു സമയം ഇവർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചു. പിന്നീടാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. KM അഭിജിത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തകർ റോഡ് വീണ്ടും ഉപരോധിക്കാനുള്ള ഒരു ശ്രമത്തിനൊരുങ്ങുകയാണ്. അതേസമയം തന്നെ പോലീസുമുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ശ്രമം KM അഭിജിത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുക തന്നെയാണ്. ഒരു ഭാഗത്തു വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റോഡിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു DDI ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് ഇവരുടെ പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ള 14 പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇതിൽ 12 പേർ ഇപ്പോൾ റിമാൻഡിലാണ്, ജയിലിലാണുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്, പ്രതിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെയാണ് 12 പേർ, ഇതിന്റെ KSUവിന്റെ VT സൂരജ് ഉൾപ്പെടെ 12ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിലുള്ളത്. അവരെ സ്റ്റേഷൻ എത്തിച്ചു. ഈ ഒരു DDI ഓഫീസിലെ പ്രതിഷേധത്തിനു ശേഷം സ്റ്റേഷനിൽ എത്തി ഇവരെ ACPയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരെ കൊണ്ട് പോലീസ് ബസ്സിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സാഹചര്യം തന്നെയുണ്ടായിരുന്നു. വലിയ ഒരു പ്രതിഷേധമായിരുന്നു DDI ഓഫീസിലുണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് KSUവിന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ, അതായത് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെ 12ഓളം പ്രവർത്തകർ ഇപ്പോൾ ജയിലിലാണുള്ളത്. അതിൽ പ്രവർത്തകരെ ജയിലിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച ഈ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. മിഥില, അവിടെ KSU പ്രവർത്തകർ ഒരുപാട് പേരുണ്ടോ? ഇവരെ മുഴുവൻ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്? ജില്ലയിലെ മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, ഈ KSU പ്രവർത്തകരുടെ എണ്ണം ഏറെ കൂടുതലാണോ? ഇവരെ മുഴുവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന ശ്രമത്തിലാണോ പോലീസ്? ക്രിസ്റ്റീന, തീർച്ചയായും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം DDI ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബലപ്രയോഗത്തിലൂടെയായിരുന്നു ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെ 12ഓളം പേർ ഇപ്പോൾ ജയിലിലാണുള്ളത്. മാത്രമല്ല ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എങ്കിൽ അന്ന് ഈ പ്രവർത്തകരെ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷവും ACPയുടെ നേതൃത്വത്തിൽ ഈ ഒരു VT സൂരജിനെ കൂട്ടത്തോടെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു പ്രവർത്തകരെ മർദ്ദിച്ചതിലും മാത്രമല്ല സ്റ്റേഷനിൽ എത്തിച്ച് വീണ്ടും പ്രവർത്തകരെ CCTV ഇല്ലാത്ത ഒരു ഭാഗത്തെത്തിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഇവർ തീരുമാനിച്ചത്. 4 മണിയോടെയാണ് ഈ ഒരു മാർച്ച് 4:30യോടെയാണ് ഈ ഒരു മാർച്ച് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. കുറച്ചു സമയം ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീടാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും ബലപ്രയോഗത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ.
ശബരിമലയിൽ അരവണ വിൽപ്പനയിൽ നിയന്ത്രണം. ഒരു തീർത്ഥാടകന് 5 ബോട്ടിൽ എന്ന കണക്കിലാണ് നിലവിലെ വിതരണം. മഹാരാഷ്ട്രയിൽ നിന്ന് ശർക്കര എത്താൻ വൈകിയതാണ് കാരണം. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, അരവണ അതിന്റെ ലഭ്യതയിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ശർക്കര വരാനുള്ള ഒരു താമസം കാരണമാണ്. ഇത് എത്ര വേഗം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ്? ക്രിസ്റ്റീന, അപ്പത്തിന്റെയും അരവണയുടെയും നിർമ്മാണത്തിന് ആവശ്യമായ ശർക്കര എത്തിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ കരിമ്പിന്റെ ലഭ്യതക്കുറവ് മൂലം ശർക്കര ഇന്നലെ രാവിലെ എത്താൻ വൈകിയിരുന്നു. ശർക്കര ലോഡ് മഹാരാഷ്ട്രയിൽ നിന്നാണ് എത്തേണ്ടത്. ഇന്നലെ രാവിലെ എത്തേണ്ട ലോഡ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് എത്തിയത്. ഇതാണ് നിലവിൽ ഈ നേരിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. അപ്പത്തിന്റെയും അരവണയുടെയും നിർമ്മാണം പൂർവ്വസ്ഥിതിയിൽ പ്രതിസന്ധിയിലായിട്ടില്ല. നേരിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ വിതരണത്തിലും നേരിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒരു തീർത്ഥാടകന് 5 അരവണയെന്നും 5 അപ്പമെന്നും ഉള്ള നിലയിലാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പ്രശ്നം ഇന്ന് വൈകിട്ടോടുകൂടി പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും. തീർത്ഥാടകർക്ക് ആവശ്യമായ അപ്പവും അരവണയും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർവ്വസ്ഥിതിയിൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ശർക്കര എന്തായാലും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിസന്ധി ഇന്ന് രാത്രിയോടുകൂടി തന്നെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ക്രിസ്റ്റീന, ശരി. ശബരിമലയിൽ ഇപ്പോൾ അരവണ ലഭ്യതയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തന് 5 അരവണ ബോട്ടിലെന്നാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർക്ക് കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നവരാണ്. എന്നാൽ ഇത് പെട്ടെന്ന് പരിഹരിക്കുമെന്ന ഒരു അറിയിപ്പാണ് ദേവസ്വം ബോർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്ന്. മലപ്പുറം നിലമ്പൂരിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടക്കര സ്വദേശി മോഹനനാണ് മരിച്ചത്. നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഈ എടക്കര സ്വദേശി മോഹനനാണ് മരിച്ചതെന്ന വിവരം ഇപ്പോൾ ലഭ്യമാണല്ലോ. എന്താണ് മരണകാരണം? ഇക്കാര്യത്തിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ മോഹന്റെ മൃതദേഹം നിലമ്പൂർ ചാലിയാർപ്പുഴയ്ക്ക് സമീപം കണ്ടെത്തുന്നത്. ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ മോഹനൻ തന്റെ വീട്ടിൽ നിന്നും പാണ്ടിക്കാടുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നത്. തുടർന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ നിലമ്പൂരിലേക്ക് തിരിച്ചു വരികയും ചെയ്തതായി സഹോദരി വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹം രാത്രി ഒന്നും തന്നെ വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ചാലിയാർപ്പുഴയോട് ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വീട്ടിൽ വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ചെരുപ്പുമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലമ്പൂർ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ക്രിസ്റ്റീന? ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി RYF പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ പ്രവേശിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ, സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് AV ജയശങ്കർ. ജയശങ്കർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി കരിങ്കൊടി കാട്ടുന്നു, പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. RYF പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ടിൽ കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കരിങ്കൊടി കാണിച്ചത്. ഈ പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഈ സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ട് ചാടിക്കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കരിങ്കൊടി കാണിക്കുന്നു, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്താണ് സംഭവിച്ചത്? നിലവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ പോലീസ് ഏർപ്പെടുത്തിയ വലിയ സുരക്ഷ മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി സമരങ്ങളുള്ള സാഹചര്യത്തിൽ വലിയ കരുതലിലായിരുന്നു. പക്ഷെ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. ഇന്ന് കോൺഗ്രസ് നടത്തിയ DGP ഓഫീസ് മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധമായി പ്രവർത്തകർ എത്തിയത്. ഇതിന് സെക്രട്ടേറിയറ്റിൽ പ്രവേശിച്ച് കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ സുരക്ഷാ ജീവനക്കാർ പ്രവർത്തകരെ തടയുകയും പിന്നീട് കണ്ടോൺമെന്റ് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വലിയ സുരക്ഷാ വീഴ്ചയാണ് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരാഴ്ച മുമ്പാണ്
DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് സമാനമായ രീതിയിൽ പ്രതിഷേധക്കാർ കയറുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ജീവനക്കാർക്കെതിരെ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലും സമാനമായ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വീഴ്ചയാണ് ആയി വേണം നമുക്കിതിനെ വിലയിരുത്താം. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ച പ്രവർത്തകരെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, ഇത് എവിടെ വെച്ചാണ് ഈ പ്രതിഷേധം? പ്രവർത്തകരെ പൂർണ്ണമായും തടയാൻ പോലീസിനായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. പ്രവർത്തകരെ പൂർണ്ണമായി തടഞ്ഞിട്ടുണ്ട്. ഈ നേമം മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹവും മന്ത്രിമാരും അടങ്ങുന്ന സംഘം കഴക്കൂട്ടം മണ്ഡലത്തിലേക്കാണ് പോയത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നവകേരള സദസ്സ് നടക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ശ്രീകാര്യത്ത് വെച്ചാണ്, ശ്രീകാര്യം ജംഗ്ഷന് തൊട്ടു മുമ്പ് വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പ്രതിഷേധം ഉയർത്തിയത്. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് യുവമോർച്ച പ്രവർത്തകരെ തടഞ്ഞു. ഒരു യുവമോർച്ച പ്രവർത്തകൻ ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രതിഷേധം ഉയർത്തി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മേഖലയിൽ തമ്പടിച്ചിരുന്ന യുവമോർച്ച പ്രവർത്തകരാണ്. ഇവർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ പ്രതിഷേധം ഉയർത്തി കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമമായാണ് അവർ ഇവിടെ തമ്പടിച്ചിരുന്നത്. വലിയ പോലീസ് സന്നാഹം, വലിയ പോലീസ് വിന്യാസം ഈ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹവും ഇപ്പോൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന യുവമോർച്ച പ്രവർത്തകരെ, അതായത് പോലീസ് നേരത്തെ തന്നെ തടഞ്ഞ യുവമോർച്ച പ്രവർത്തകർ, അഡ്വാൻസ് ചെയ്ത് തടഞ്ഞ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബലം പ്രയോഗിച്ച് പോലീസ് ആ പ്രവർത്തകരെ മേഖലയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇത്തരത്തിൽ പ്രതിഷേധം തുടരും എന്ന് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ചില പ്രവർത്തകർ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ബലപ്രയോഗം നടത്തണ്ട, അല്ലാതെ തന്നെ വാഹനത്തിലേക്ക് കയറാം എന്ന് ചില പ്രവർത്തകർ പറയുന്നതും അത്തരത്തിൽ പോലീസിനോട് കയർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം ഉന്നയിച്ചു, കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ വാഹനവ്യൂഹം എത്തുന്നതിന് മുമ്പ് കടന്നുപോയ പോലീസ് വാഹനത്തിന് നേർക്കായിരുന്നു യുവമോർച്ച പ്രവർത്തകർ പാഞ്ഞെടുത്തത്. അവരെ അപ്പോൾ തന്നെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അവശേഷിച്ച ഒരു പ്രവർത്തകരാണ് പോലീസിന്റെ വാഹനവ്യൂഹത്തിന് ഈ മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ പ്രതിഷേധം ഉന്നയിച്ചത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകരെ പോലീസിന്റെ വാഹനത്തിൽ കയറ്റി ഈ യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ക്രിസ്റ്റീന. നവകേരള സദസ്സിനെതിരായ യുവമോർച്ച പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. ശ്രീകാര്യത്ത് വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന വഴിയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് നീക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത്. എന്നാൽ തങ്ങളെ ബലം പ്രയോഗിച്ചു നീക്കേണ്ട കാര്യമില്ല, തങ്ങൾ വാഹനത്തിൽ സ്വമേധയാ കയറിക്കൊള്ളാമെന്ന നിലപാടിലായിരുന്നു യുവമോർച്ച പ്രവർത്തകർ. അലക്സ് റാം മുഹമ്മദാണ് ഇവിടെ നിന്ന് തുടരുന്നത്. അലക്സ്, ഇപ്പോൾ എല്ലാ പ്രവർത്തകരെയും അവിടെ നിന്ന് നീക്കാനായിട്ടുണ്ടോ? ക്രിസ്റ്റീന, പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. ചില പ്രവർത്തകർ പക്ഷേ ഇപ്പോഴും ഇടവഴിയിൽ അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് അവരുടെ പുറകെ പോവുകയാണ്. ആ പ്രവർത്തകരെ കൂടി ആ പ്രദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി പോലീസ് ശ്രമിക്കുകയാണ്. ആ ഒരു ആക്ഷനിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. പോലീസിന്റെ വലിയ പോലീസ് സന്നാഹവും അതുപോലെ പോലീസിന്റെ വാഹനവും ഒക്കെ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില പ്രവർത്തകരെ നമ്മൾ നേരത്തെ കണ്ടതാണ്, അവരെ അറസ്റ്റ് ചെയ്ത് തന്നെ നീക്കി, അവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവശേഷിച്ച പ്രവർത്തകർ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് നടത്തിയത്. പക്ഷേ അവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ വഴിയിലൂടെ കടന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്താണെങ്കിലും പ്രതിഷേധം ഈ മേഖലയിൽ യുവമോർച്ച പ്രവർത്തകർ ഉയർത്തി. ശ്രീകാര്യം എത്തുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഈ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് പോയ പോലീസ് വാഹനത്തിന് നേർക്കായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ കൂടുതൽ പേരടങ്ങിയ സംഘം ആദ്യം ചാടി വീണത്. പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നു, ബസ് കടന്നു പോകുന്നു, മന്ത്രിമാരടങ്ങിയ ബസ് കടന്നു പോകുന്നു. ആ ബസ്സിന് നേർക്ക് ഒരു യുവമോർച്ച പ്രവർത്തകൻ പ്രതിഷേധം ഉന്നയിക്കുന്നു. അദ്ദേഹത്തെ അടക്കം ഈ മേഖലയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. അവശേഷിച്ച പ്രവർത്തകരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർ ഈ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി
ശ്രീകാര്യത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കടന്നുപോയ സ്ഥലത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രദേശത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട ചില പ്രവർത്തകരുമുണ്ടെന്നാണ് അലക്സ് റാം മുഹമ്മദ് പറയുന്നത്. പോലീസ് അവരെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോൾ കിട്ടിയതിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി 100 വാർത്തകളുടെ സമയമാണ്. 100 ന്യൂസുമായി സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.